അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദിഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يستفتونك قل الله يفتيكم في الكلالة إن امرؤ هلك ليس له ولد وله أخت فلها نصف ما ترك وهو يرثها إن لم يكن لها ولد فإن كانت اثنتين فلهما الثلثان مما ترك وإن كانوا إخوة رجالا ونساء فللذكر مثل حظ الأنثيين يبين الله لكم أن تضلوا والله بكل شيء عليم. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ശരീഅത്തും അഥവാ നിയമങ്ങളും മുല്ലാ ശരീഅത്തും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് നാം ഖുത്ബകളിൽ പ്രതിപാദിച്ചിരുന്നത്. അതിലേറ്റവും ഒടുവിലായി പറഞ്ഞത് അനാഥരായ പൗത്രന്മാർക്ക് സ്വത്തവകാശം, അനന്തരാവകാശം നിഷേധിക്കുന്ന മുല്ലാ ശരീഅത്തിൻ്റെ ക്രൂരമായ നിലപാടുകളെ സംബന്ധിച്ചാണ്. അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം. അത് മറ്റൊന്നുമല്ല, പെൺകുട്ടികൾ മാത്രമുള്ള ഒരു പിതാവ് അല്ലെങ്കിൽ മാതാവ് മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ ഒരു ഭാഗം സഹോദരങ്ങൾക്ക് പോകും എന്ന മുല്ലാ ശരീഅത്തിൻ്റെ നിയമത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ, ഒരു പിതാവ് അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത്, ആ സ്വത്ത് തൻ്റെ മക്കൾക്ക് ലഭിക്കേണ്ടുന്നതാണ്. അതാണ് ലോകത്തിലെ ഏത് നീതിശാസ്ത്രവും അനുശാസിക്കുന്ന കാര്യം. അനന്തരാവകാശം മക്കൾക്കാണ്, മാതാപിതാക്കൾക്കാണ്. താഴോട്ട് മക്കളിലേക്കും മുകളിലേക്ക് മാതാപിതാക്കളിലേക്കും പോകുന്നതാണ് അനന്തരാവകാശ നിയമം. ലോകത്തിലെ ഏത് അനന്തരാവകാശ നിയമം എടുത്ത് പരിശോധിച്ചാലും അങ്ങനെയാണ്. അത് ലംബമായിട്ടുള്ള ഒരു അനന്തരാവകാശ രീതിയാണ്. പിന്നെ ഹോറിസോണ്ടലായിട്ട് പോകുന്നതാണ് ഭാര്യ ഭർത്താവ്, ഇണതുണ. കാരണം ഈ മക്കൾ എന്ന് പറയുന്നത് ഇണതുണകളിലൂടെയാണ് സംഭവിക്കുന്നത് എന്നതിനാൽ അവർക്കും അനന്തരാവകാശമുണ്ട്. മക്കൾ, മാതാപിതാക്കൾ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ഇതാണ് അനന്തരാവകാശ നിയമത്തിൻ്റെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. ഇവർക്കാണ് സ്വത്തവകാശം. ഇവരില്ലെങ്കിലാണ് അടുത്തതിലേക്ക് പോകുന്നത്. ആര്? പിതാവിൻ്റെ പിതാവ്, മകൻ്റെ മകൻ അല്ലെങ്കിൽ മകളുടെ മക്കൾ എന്നൊക്കെ പറഞ്ഞു പോകുന്നത് ഫസ്റ്റ് ലെയർ ഇല്ലെങ്കിലാണ്. ഭാര്യ ഭർത്താവ് എന്ന ലെയർ അവസാനിച്ചാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നില്ല. കാരണം അത് ഹോറിസോണ്ടലാണ്, അവിടെ അവസാനിക്കുന്നുണ്ട്. ഇതാണ് അനന്തരാവകാശ നിയമത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ തലം എന്ന് പറയുന്നത്. സഹോദരങ്ങൾ അനന്തരാവകാശികളല്ല, നേർക്കുനേരെ. സഹോദരങ്ങൾക്ക് സ്വത്തവകാശമില്ല, അനന്തരാവകാശമില്ല. ഖുർആനിൽ സഹോദരങ്ങളെ ഫസ്റ്റ് ലെയറിൽ പറഞ്ഞിട്ടില്ല. പിന്നെ സഹോദരങ്ങൾക്ക് എപ്പോഴാണ് കിട്ടുക? മക്കളില്ലെങ്കിൽ ലഭിക്കും. മരിച്ചുപോയ ആൾക്ക് മക്കളില്ലെങ്കിൽ സഹോദരങ്ങളിലേക്ക് സ്വത്ത് പോകും. കാരണം ഈ സ്വത്തിന് അവകാശികളായിട്ട് ആരെങ്കിലും ഉണ്ടാകണമല്ലോ എന്നുള്ളത് കൊണ്ടാണത്. ഈ സ്വത്തിന് അവകാശികളായിട്ട് കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടാകണമല്ലോ. മക്കളില്ല എങ്കിൽ പിന്നെ ഈ സ്വത്ത് എന്ത് ചെയ്യും? അത് അന്യാധീനപ്പെട്ടു പോകും. അപ്പോൾ അതിൻ്റെ അവകാശികളായിട്ട് സഹോദരങ്ങൾ കടന്നു വരും. എന്ന് വെച്ചാൽ മക്കളില്ലെങ്കിൽ മാത്രം ഓപ്പണാകുന്നൊരു വാതിലാണത്. അതാണ് പെൺകുട്ടികൾ മാത്രമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഈ രക്ഷിതാവ് മരിച്ചു പോയാൽ ആ പെൺകുട്ടികൾക്ക് കിട്ടുന്ന സ്വത്തവകാശം പൂർണ്ണമായി അവർക്ക് ലഭിക്കുകയില്ല എന്ന് പറയുകയും നിഷേധിക്കുകയും എന്നിട്ടൊരു ഭാഗം സഹോദരങ്ങൾക്ക് പോവുകയും ചെയ്യുന്നു. ഖുർആൻ വിരോധിച്ച, ഖുർആൻ ലഭിക്കുകയില്ലെന്ന് തീർത്തു പറഞ്ഞ ഒരു സംഗതിയെ അവഗണിച്ചുകൊണ്ട് ഉണ്ടാക്കിയ നിയമമാണത്.
ഇനി പുരോഹിതന്മാർ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് നോക്കാം. ഖുർആനിൽ പറയുന്നു, യൂസീക്കുമുല്ലാഹു ഫീ ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹു നൽകുന്ന വസിയ്യത്ത് എന്തെന്നാൽ ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, ഒരാണിന് 2 പെണ്ണിൻ്റെ സ്വത്ത് എന്നുള്ള നിലക്കാകുന്നു അടിസ്ഥാനം. ഫഇൻ കുന്ന നിസാഅൻ ഫൗക സനതൈനി, പെൺമക്കൾ 2ൽ കൂടുതലാണെങ്കിൽ ഫലഹുന്ന സുലുസാ മാ തറക്, അനന്തര സ്വത്തിൻ്റെ 3/2 അവർക്കുണ്ട്. വഇൻ കാനത്ത് വാഹിദത്തൻ, ഇനി ഒരു മകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ഫലഹൻ നിസ്ഫു, അവൾക്ക് പകുതിയുണ്ട്. ഇതാണ് ഈ മുല്ലമാരുടെ അടിസ്ഥാനമായിട്ട് പറയുന്നത്. എന്താണ് പറഞ്ഞത്? ഒരാൾ മരിച്ചു, അയാൾക്ക് പെൺകുട്ടികൾ 2 കൂടുതലോ ആണ് എങ്കിൽ അവർക്ക് 3/2, ഒരു പെൺകുട്ടി മാത്രമാണെങ്കിൽ പകുതി, ബാക്കി സഹോദരങ്ങൾക്ക് പോകും. ഇതാണ് സഹോദരങ്ങൾക്ക് പോകുമെന്ന് എവിടെ കിട്ടി? ഇവിടെ എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? 2ൽ കൂടുതൽ പെൺകുട്ടികളുണ്ടെങ്കിൽ അനന്തര സ്വത്തിൻ്റെ 3/2 അവർക്ക് കിട്ടും, ഒരു പെൺകുട്ടി മാത്രമാണെങ്കിൽ പകുതി അവൾക്ക് കിട്ടും. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അത് അവൾക്ക് നീക്കി വെക്കേണ്ടുന്ന അടിസ്ഥാന ഓഹരിയാണ് എന്നാണ്. അടിസ്ഥാന ഓഹരിയാണ്, അത് നീക്കി വെച്ചിട്ടാണ് ബാക്കി കൊടുക്കേണ്ടത്. പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ അവർക്ക് 3/2 ഭാഗം നീക്കി വെച്ചതിന് ശേഷമാണ് ബാക്കി ഓഹരി കൈകാര്യം ചെയ്യേണ്ടത്. അടിസ്ഥാനപരമായി ഇത് അവർക്ക് നിർബന്ധമായും നീക്കി വെക്കേണ്ടതാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പകുതി ഒരു കുട്ടി മാത്രമാണെങ്കിൽ പകുതി നീക്കി വെക്കണം, എന്നിട്ട് പകുതി മാത്രമേ ബാക്കി ഓഹരിക്ക് പരിഗണിക്കാവൂ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബാക്കി സഹോദരങ്ങൾക്ക് പോകുമെന്നാണോ? സഹോദരങ്ങൾ എവിടെ നിന്ന് വന്നു? എവിടെ നിന്നാണ് ഈ സഹോദരങ്ങൾ എന്ന് പറയുന്ന ആശയം കയറി വന്നത്? ഖുർആനിലുണ്ടോ? ഖുർആനിൽ നിന്ന് കിട്ടുമോ? ഖുർആനിൽ നിന്ന് കിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ സഹോദരങ്ങൾക്ക് പോകരുത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി വരുന്ന സ്വത്ത് എന്ത് ചെയ്യണമെന്നാണ് ഇവർ പറയുക. ഉദാഹരണത്തിന് 2 പെൺമക്കളും ഒരു പിതാവുമാണ് ഉള്ളത് എങ്കിൽ 2 പെൺമക്കൾക്ക് 3/2 മാറ്റിവെച്ചു, ബാക്കി 3/1 ഉപ്പാക്ക് എത്ര കിട്ടും? ഉപ്പാക്ക് 6/1 കിട്ടും, ബാക്കി 6/1 ബാക്കിയാണ്. ഈ ബാക്കി എന്ത് ചെയ്യും? ബാക്കി ഇവരുടെ അഭിപ്രായ പ്രകാരം അത് ഉപ്പാക്ക് പോകും, അതും ഉപ്പാക്ക് പോകും, ഈ പെൺകുട്ടിയൊക്കെ കിട്ടൂല. അതെങ്ങനെ പോകും? നിശ്ചിത ഓഹരി തന്നെ ഉപ്പാക്ക് നിശ്ചിത ഓഹരി പറഞ്ഞവർക്ക് അധിക സ്വത്ത് കൊടുക്കരുത് എന്നുള്ള തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇവർ പെൺമക്കൾക്ക് കൊടുക്കാത്തത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിശ്ചിത ഓഹരി പറഞ്ഞ ആളുകൾക്ക് അധിക ഓഹരി കൊടുക്കരുത് എന്നൊരു തത്വം ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെൺകുട്ടികൾക്ക് ബാക്കി കൊടുക്കരുത് എന്ന് പറഞ്ഞത്. എങ്കിൽ ആ തത്വം ഈ ഉപ്പാക്കും ബാധകമല്ലേ? ഉപ്പാക്ക് നിശ്ചിത ഓഹരി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഉപ്പാക്ക് കൊടുക്കുമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഒരൊറ്റ കാരണമേ ഉള്ളൂ, അത് പുരുഷനാണ്. പെണ്ണിന് അധിക സ്വത്ത് കൊടുക്കാൻ പാടില്ല. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി 2 പെൺമക്കളും ഉമ്മയുമാണുള്ളത് നോക്കുക. 2 പെൺമക്കളും ഉമ്മയുമാണുള്ളതെങ്കിൽ അതും ഇതുപോലെ തന്നെ സ്വത്ത് സഹോദരങ്ങളിലേക്ക് പോകും. ഇവിടെ സഹോദരൻ ഇങ്ങനെ കയറി വന്നു, പെൺകുട്ടികൾക്ക് കൊടുക്കാനൊരു കാരണവശാലും സമ്മതിക്കൂല എന്നുള്ള ദുർവാശിയല്ലാത്ത വേറൊരു ന്യായവും അതിനില്ല. യഥാർത്ഥത്തിൽ ഖുർആൻ എന്താ പറയുന്നത്? ഖുർആൻ പറയുന്നു, സൂറ നിസായിലെ 176-ാമത്തെ ആയത്തിൽ പറയുന്നു, യസ്തഫ്തൂനക, അവർ നിന്നോട് വിധി ചോദിക്കുന്നു എങ്കിൽ പറയുക, യുഫ്തീകും ഫിൽ കലാല എന്ന ഒരു വിഭാഗത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹു പറയുന്ന വിധി എന്തെന്നാൽ, ആരാണ് കലാല? ഇനിമ്രുൻ, ഒരാൾ, ഹലക്ക, അയാൾ മരിച്ചു, ലൈസ ലഹു വലതുൻ, മക്കളില്ലാതെ മരിച്ച ഒരാൾ, വലഹു ഉഖ്തുൻ, അയാൾക്കൊരു സഹോദരി ഉണ്ടെങ്കിൽ ആ സഹോദരിക്ക് പോകും. അപ്പോൾ സഹോദരിക്ക് എപ്പോഴാണ് പോവുക? സഹോദരൻ എപ്പോഴാണ് പോവുക? മക്കളില്ലാതെ മരിച്ചാൽ. മക്കളില്ലാതെ മരിച്ചയാളുടെ സ്വത്ത് മാത്രമേ സഹോദരന്മാരിലേക്ക് പോകൂ എന്ന് ഖുർആൻ പറയുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്ക്. മക്കളുണ്ടായാൽ പിന്നെ സഹോദരങ്ങൾക്ക് പോവില്ല. ഇവിടെ മക്കളെന്ന് പറഞ്ഞാൽ ആൺമക്കളെന്ന് ഈ കൂട്ടർ അർത്ഥം വെച്ചു. മക്കളെന്നാൽ ആൺമക്കളാണ്, അതുകൊണ്ട് പെൺമക്കൾ ഉണ്ടായാൽ സഹോദരങ്ങൾക്ക് അവകാശമുണ്ട് എന്നെഴുതി വെച്ചു. ഒരു വാപ്പാൻ്റെ സ്വത്തിൽ പെൺമക്കൾക്ക് മാത്രമല്ല സഹോദരങ്ങളിലേക്ക് പോയി മക്കൾക്ക് അവകാശപ്പെട്ട സ്വത്ത് സഹോദരങ്ങളിലേക്ക് പോകുമെന്ന് ഖുർആനിന് വിരുദ്ധമായിട്ട് എഴുതി വെച്ചു. ഖുർആൻ പറയുന്നു മക്കളില്ലെങ്കിലേ സഹോദരങ്ങൾക്ക് പോകൂ. മുല്ലമാർ പറയുന്നു പെൺമക്കളാണെങ്കിൽ സഹോദരങ്ങളിലേക്ക് പോകും. ഏതാ നിങ്ങൾ സ്വീകരിക്കുന്നത്? ഖുർആൻ്റെ വിധിയാണോ മുല്ലമാരുടെ വിധിയാണോ? ഖുർആൻ്റെ വിധി ദീനിൻ്റെ വിധി, മുല്ലമാരുടെ വിധി മുആവിയൻ മതത്തിൻ്റെ വിധി. എത്ര കുടുംബങ്ങളാണ് കണ്ണീര് കുടിച്ചുകൊണ്ട് ജീവിച്ചത്? എത്ര കുടുംബങ്ങൾ ഇന്നും കണ്ണീര് കുടിച്ചുകൊണ്ട് ജീവിക്കുന്നു? അപ്പോൾ ഇതിനെന്താ ന്യായം പറയാമെന്നറിയോ? സഹോദരങ്ങളോടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച ഒരു ശരീഅത്ത് നിയമം ഇതാ ഈ മൗലവി വന്നിട്ട് പൊളിക്കുന്നു. ഏത് സഹോദരങ്ങൾ? അങ്ങനെയുണ്ടെങ്കിൽ ആൺകുട്ടി ഉണ്ടാകുമ്പോഴും ഈ സഹോദരങ്ങളുണ്ടല്ലോ. ഒരാൺകുട്ടി ഉണ്ടെങ്കിലും ഈ സഹോദരങ്ങളുണ്ടല്ലോ. അപ്പോഴും ഊട്ടി ഉറപ്പിക്കണ്ടേ? ആൺകുട്ടി ഉണ്ടെങ്കിൽ ഊട്ടി ഉറപ്പിക്കണ്ടെന്നാണോ? അപ്പോൾ പറയുന്ന ന്യായം എന്താണെന്നറിയോ? ഈ പെൺകുട്ടികളെ നോക്കാൻ എളാപ്പാരും മൂത്താപ്പാരും വരും.
എളാപ്പാരും മൂത്താപ്പാരും വരുന്നത് കൊണ്ടാണ് ഈ സ്വത്ത് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ കുട്ടികളെ സംരക്ഷിക്കണ്ടേ? പ്രസവിച്ച ഉടനെ ഒരു കുട്ടി ജനിച്ച് അടുത്ത നിമിഷം ഉപ്പ മരിച്ചുപോയി, എന്നാൽ ഈ സഹോദരങ്ങൾക്കൊന്നും കിട്ടൂല. ഈ കുട്ടിനെ സംരക്ഷിക്കണ്ടേ? അപ്പോൾ അവിടെ പോയി സംരക്ഷണം. നിങ്ങൾ പറയുന്നതൊക്കെ വിഡ്ഢിത്തമാണ് കൂട്ടരെ. പരസ്പരം പൊരുത്തമില്ലാത്തതാണ് പറയുന്നത്. പരസ്പരം പൊരുത്തമില്ലാത്തതാണ് പറയുന്നത്. അപ്പോൾ പറയും ഈ എളാപ്പാർക്കും മൂത്താപ്പാർക്കും ഒക്കെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഉണ്ട്. ഏത് കിതാബിലാണ് ഉള്ളതൊന്ന് കാണിച്ചാൽ? ഖുർആനിലുണ്ടോ എളാപ്പാരും മൂത്താപ്പാരും തൻ്റെ സഹോദരൻ്റെ യതീമായ മക്കളെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ അവർക്ക് കുറ്റം കിട്ടും എന്ന് ഖുർആനിലുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഏതെങ്കിലും ഒരു കുട്ടിക്ക് എൻ്റെ എളാപ്പ എന്നെ സംരക്ഷിക്കുന്നില്ലെന്ന് പറഞ്ഞ് ദുനിയാവിലെ ഏതെങ്കിലും ഒരു കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ പറ്റുമോ? എൻ്റെ മൂത്താപ്പ എന്നെ സംരക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദുനിയാവിലെ ഏതെങ്കിലും ഒരു കോടതിയിൽ, നിങ്ങൾ പറയുന്ന ഇസ്ലാമിക കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റുമോ? പറ്റൂലെങ്കിൽ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? വെറുതെ ബടായി പറയരുത്, നിയമം പറ. ഒരാൾക്കും കോടതിയിൽ ചാലഞ്ച് ചെയ്യാൻ കഴിയില്ല. എൻ്റെ എളാപ്പയും എൻ്റെ മൂത്താപ്പയും എന്നെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് ചാലഞ്ച് ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ അത് അവകാശമല്ല. ഇല്ലാത്ത അവകാശം പറഞ്ഞിട്ട് ഈ യതീമായ കുട്ടികളുടെ പണം ഈ എളാപ്പാർക്കും മൂത്താപ്പാർക്കും വാങ്ങിക്കൊടുക്കുന്നത് എന്ത് കാരണത്താലാണ്? അനാഥരെ പീഡിപ്പിക്കുക എന്നതല്ലാതെ, അനാഥരെ ദരിദ്രരാക്കുക എന്നതല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, ഈ കോഴിക്കോട്ടങ്ങാടിയിൽ, എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. ഈ കോഴിക്കോട്ടങ്ങാടിയിൽ 10 വർഷമായി ഉപ്പ മരിച്ചിട്ട് സ്ഥലം വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പറ്റാതെ എളാപ്പാരും മൂത്താപ്പാരും ഒപ്പിട്ട് കൊടുക്കാതെ പ്രയാസപ്പെട്ട് കഴിയുന്ന, എന്നിട്ട് ആ സ്ഥലം വിറ്റിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് ഈ എളാപ്പാരും മൂത്താപ്പാരും, അതും വലിയ മതത്തിൻ്റെ ആളുകൾ, നേതാക്കൾ, മഹലിൻ്റെ കാരണവന്മാർ ഒപ്പിട്ട് കൊടുക്കുന്നില്ല, ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞിട്ട്. ഇതാണ് സംരക്ഷണം. കോഴിക്കോട്ടങ്ങാടിയിൽ ജീവിക്കുന്ന ഉദാഹരണം ഞാൻ പറയുന്നത്. താനൂര് ഐഷുമ്മ, ഞാൻ ആ പേര് പറയുന്ന എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ്. സ്വത്ത് വിൽക്കാൻ കഴിയുന്നില്ല. എന്താ കാരണം? ഭർത്താവിൻ്റെ ഒരു സഹോദരൻ്റെ അഡ്രസ്സിൽ അയാളും കൂടി ഒപ്പിട്ടാലേ സ്വത്ത് വിൽക്കാൻ പറ്റൂ. ജപ്തിയാണ്, ബാങ്കിലാണ് സ്വത്ത്. ഞങ്ങളൊക്കെ പോയതാ, വിൽക്കാൻ കഴിയുന്നില്ല. എളാപ്പാരും മുത്താപ്പാരും ഒപ്പിട്ട് കൊടുക്കണം. പെൺകുട്ടികൾ മാത്രമായി എന്നതൊരു മനുഷ്യൻ്റെ കുറ്റമാണോ? ഒരു പെൺകുട്ടി മാത്രമുണ്ടായാൽ ആ സ്വത്ത് അന്യാധീനപ്പെട്ടു പോകുമെന്ന ചിന്ത കൊണ്ട് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേട് ഈ ദീനിലുണ്ടായെങ്കിൽ മുല്ലമാരെ, നിങ്ങളല്ലേ ഈ ദീനിൻ്റെ അന്തകർ, നിങ്ങളല്ലേ ഈ ദീനിനെ ഇങ്ങനെ പറയിപ്പിക്കുന്നത്? സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് അവരുടെ തലയിൽ പാഞ്ഞു കയറും. അയാൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്യാൻ എന്ത് ചെയ്യും? എൻ്റെ മക്കൾക്ക് എൻ്റെ സ്വത്ത് കിട്ടുകയില്ല എന്ന് ബോധ്യമുള്ളപ്പോൾ, അത് ഈ സഹോദരങ്ങൾ കൊണ്ടുപോകും എന്ന് തോന്നിയാൽ പിന്നെ എന്ത് ചെയ്യും? ഇന്ത്യൻ ശരീഅത്ത് ആക്ടിൽ വസിയത്തില്ല. മുസ്ലിങ്ങൾക്ക് വസിയത്ത് എഴുതിയാൽ, അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു ഖുതുബയിൽ ഞാൻ പറയും, മുസ്ലിങ്ങൾ വസിയത്ത് എഴുതിയാൽ അത് വാലിഡല്ല. ഇവിടുത്തെ എല്ലാ മതസ്ഥർക്കും മതമില്ലാത്തവർക്കും വില്ലെഴുതി വെക്കാം, എനിക്ക് ശേഷം എൻ്റെ സ്വത്ത് ഇങ്ങനെ ചെയ്യണം. ഖുർആൻ എന്താ പറഞ്ഞത്? മിംബഅദി വസിയത്തിൻ യൂസി ബിഹാ ഉദൈൻ. വസിയത്തിന് ശേഷമാണ് അനന്തര സ്വത്ത് ഭാഗിക്കേണ്ടത്. ഖുർആനിൽ നിർബന്ധമായും പറഞ്ഞു വസിയത്തിന് ശേഷം വസിയത്ത് ചെയ്യണം. അള്ളാഹു പറയുന്നു, കുത്തിബ അലൈക്കുമുൽ വസിയ്യ, നിങ്ങൾക്ക് വസിയത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു, നിയമമാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഖുർആനിൻ്റെ അനുയായികൾക്ക് ഇന്ത്യയിൽ വസിയത്ത് ചെയ്താൽ അത് സാധുവല്ല. വസിയത്ത് മുസ്ലിങ്ങൾക്ക് വാലിഡല്ല. ഇന്ത്യൻ ശരീഅത്ത് ആക്ട് അനുസരിച്ച് വസിയത്ത് പറ്റൂല. ഇവർ പറയും വസിയത്ത് എഴുതി വെച്ചൂടെ, വസിയത്ത് എഴുതി വെച്ചൂടെ. വസിയത്ത് എഴുതി വെച്ചാൽ വാലിഡല്ല. വസിയത്ത് മുസ്ലിങ്ങൾക്ക് പറ്റൂല ഇന്ത്യയിൽ. ഖുർആൻ നിർബന്ധമാണെന്ന് പറഞ്ഞ വസിയത്ത്, അള്ളാൻ്റെ ശരീഅത്തിൽ വസിയത്തുണ്ട്, മുആവിയൻ്റെ ശരീഅത്തിൽ വസിയത്തില്ല. ഇതാണ് നടക്കുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടി മാത്രമുണ്ട്, അല്ലെങ്കിൽ 2-3 പെൺകുട്ടികളാണെങ്കിൽ ആ രക്ഷിതാവിൻ്റെ സ്വത്ത് അന്യാധീനപ്പെട്ടു പോകും. ഈ എളാപ്പാരും മൂത്താപ്പാരൊക്കെ ഓടി വരും. അന്നേ വരെ വന്നിട്ടില്ലാത്തവർ, കണ്ടിട്ടില്ലാത്തവർ, വിശേഷങ്ങൾ ചോദിച്ചിട്ടില്ലാത്തവർ, വഴക്കായി നിൽക്കുന്നവർ, മിണ്ടാതെ നിൽക്കുന്നവർ, ഇവരൊക്കെ ഓടി വരും. സ്വത്ത് ഞങ്ങൾക്കും വേണം, അല്ല തന്നതാന്നും പറഞ്ഞു വരും. ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന ഓരോരുത്തരുടെയും മഹലിലും അയൽപക്കത്തും കുടുംബത്തിലും ഈ കഥയുണ്ട്. ആലോചിച്ചാൽ മതി, ഓടി വരും. അതിനെ മറികടക്കാൻ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യലാണ് വഴിയെങ്കിൽ അത് ചെയ്യണം. അല്ല കിട്ടൂല എന്ന് പറഞ്ഞവർക്ക് സ്വത്ത് കൊടുക്കാൻ ഏത് മൊല്ല വിചാരിച്ചാലും സാധിക്കരുത്. എന്നിട്ട് പറയും അള്ളാഹുവിൻ്റെ നിയമമല്ലേ. അള്ളാഹുവിൻ്റെ നിയമമല്ല, ഇത് മുആവിയയുടെ നിയമമാണ്, ഇത് മുല്ലമാരുടെ നിയമമാണ്. പടച്ചോൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ ആ പെൺകുട്ടികൾക്ക് മുഴുവൻ സ്വത്ത്. അപ്പം എന്ത് ചെയ്യണം എന്നാണ് ഇനി അടുത്ത ചോദ്യം. 3-2 പെൺകുട്ടിക്ക് കൊടുത്തു, കുട്ടികൾക്ക് കൊടുത്തു, ബാക്കി 3-1 അതെന്ത് ചെയ്യണം? അത് ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിൻ്റെ ഓഹരി, വാപ്പ ഉണ്ടെങ്കിൽ വാപ്പാൻ്റെ ഓഹരി, ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മാൻ്റെ ഓഹരി. ഇവർക്ക് 3 ആൾക്കുമാണല്ലോ ഉള്ളത്.
ഇവർക്കൊക്കെ കൊടുത്തിട്ട് ബാക്കിയുണ്ടോ? ബാക്കി ഉണ്ടാവില്ല. ഉപ്പയും ഉണ്ടെങ്കിൽ ആറിലൊന്നും കൊടുത്ത് അങ്ങ് പോയി പോകും. ഭർത്താവാണുള്ളതെങ്കിൽ 4 കൊടുത്ത് ബാക്കി കുറച്ചുണ്ടാകും. ഈ കുറച്ചുള്ളത് എന്ത് ചെയ്യും? കുറച്ചുള്ളത് വീണ്ടും ഈ മക്കളിലേക്ക് തന്നെ തിരിച്ചു വരും. അടിസ്ഥാന ഓഹരിയായിട്ട് മാറ്റിവെച്ചു. ഇനി അധിക സ്വത്ത് ഈ കുട്ടികൾക്ക് തന്നെ തിരിച്ചു വരും. ഇതിനാണ് ശരീഅത്തിന് റദ്ദ് എന്ന് പറയുന്നത്. മലയാളത്തിലെ റദ്ദല്ല, തിരിച്ചു കൊടുക്കുന്നതിനാണ് റദ്ദ് എന്ന് പറയുക. അത് അവർക്ക് തന്നെ തിരിച്ചു ചെല്ലണം. പക്ഷേ അധിക സ്വത്ത് ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് ശരീഅത്തിൽ എഴുതി വെച്ചു. അധിക സ്വത്ത് ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. സ്ത്രീയായി എന്ന ഒരൊറ്റ കാരണത്താലാണ് ഇവിടെ സ്വത്ത് ഈ പെൺകുട്ടികൾക്ക് തടഞ്ഞത്. വേറൊരു ന്യായം അതിനില്ല. ഇവിടെ ഒരു ആൺകുട്ടിയാണെങ്കിൽ ഇപ്പോൾ ചർച്ചയൊന്നുമില്ല, അത് മുഴുവൻ ആൺകുട്ടിക്ക് കൊടുക്കും. ഒരു ചർച്ചയില്ല. ആൺകുട്ടി 1 വയസ്സിൻ്റെ കുട്ടിയാകട്ടെ, 2 വയസ്സിൻ്റെ കുട്ടിയാകട്ടെ, അപ്പോൾ അവിടെ സംരക്ഷണം ഇല്ല, എളാപ്പ മുത്താപ്പ ബന്ധത്തിൻ്റെ ഊട്ടിയുറപ്പിക്കലില്ല, അവിടുത്തെ വൈകാരികതയില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു ചർച്ചയില്ല. പെൺകുട്ടിയാകുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് വരും. പെൺകുട്ടിക്ക് എളാപ്പാർ മൂത്താപ്പാർ ബന്ധം, ഊട്ടിയുറപ്പിക്കൽ, സംരക്ഷണം, ഇതൊക്കെ അങ്ങോട്ട് വരും. വൃത്തികേട് പറയുകയാണ് മതത്തിൻ്റെ പേരിൽ, അനീതി വിളമ്പുകയാണ്. ഇത് അള്ളാഹുവിൻ്റെ ദീനിലില്ലാത്തതാണ്. പെൺകുട്ടികൾ മാത്രമുള്ള കുടുംബത്തിലെ രക്ഷിതാക്കൾ, ഞാനീ പറയുന്നത് ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നു, നിങ്ങൾ നാളെ മുതൽ രജിസ്റ്റർ ഓഫീസിൽ പോകണം. കാരണം ഇന്ത്യൻ ശരീഅത്ത് ആക്ട് മാറ്റം വരുത്താത്ത കാലത്തോളം നിങ്ങളുടെ മക്കൾക്ക് നീതിയില്ല. നിങ്ങളുടെ സഹോദരങ്ങൾ വരും, എന്നിട്ട് നിങ്ങളുടെ സ്വത്തിൽ അവകാശം ചോദിക്കും. ഈ കുട്ടികൾക്ക് നിങ്ങളുടെ സ്വത്ത് വിൽക്കാൻ പറ്റൂല, അത് ക്രയവിക്രയം ചെയ്യാൻ കഴിയില്ല, അത് കൈമാറ്റം ചെയ്യാൻ സാധ്യമല്ല. ഈ എളാപ്പാരും മൂത്താപ്പാരും ഒപ്പിട്ട് കൊടുക്കണം. അവർ മരിച്ചു പോയാലും അവരുടെ മക്കൾ ഒപ്പിട്ട് കൊടുക്കണം. ഈ എളാപ്പ അങ്ങ് മരിച്ചുപോയി എന്ന് കരുതുക, അയാളുടെ മക്കൾ വരണം. ഒരുത്തൻ ഓസ്ട്രേലിയയിൽ, മറ്റൊരുത്തൻ അമേരിക്കയിൽ, വേറൊരുത്തൻ മറ്റൊരു നാട്ടിൽ. എന്നിട്ട് ഇവരൊക്കെ വന്നിട്ട് ഒപ്പിട്ട് കൊടുത്താലേ നിങ്ങളുണ്ടാക്കിയ സ്വത്ത് നിങ്ങളുടെ മക്കൾക്ക് മാറ്റാൻ ഒക്കൂ. ഇതാണ് ഇന്ത്യൻ ശരീഅത്ത് മുന്നോട്ട് വെക്കുന്ന നിയമം, അള്ളാൻ്റെ നിയമമല്ല. അതുകൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോയി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം വീണ്ടും രജിസ്റ്റർ ചെയ്യണം. എങ്കിലേ നീതി കിട്ടൂ. അല്ലെങ്കിൽ കടുത്ത അനീതിയിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ തള്ളിവിടുന്നത്. മക്കളുണ്ടായാൽ സഹോദരങ്ങൾക്ക് കിട്ടില്ലെന്ന ഖുർആനിൻ്റെ അധ്യാപനത്തെ അട്ടിമറിച്ചുണ്ടാക്കിയ നിയമം, കാടൻ നിയമം. ആ നിയമമാണ് ശരീഅത്തിൻ്റെ പേരിൽ ലേബൽ മാറ്റി ഒട്ടിച്ചിട്ട് ഇവർ വിപണനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ലേബൽ ഒട്ടിച്ചിട്ട് മുആവിയൻ നിയമം ഇവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്രയോ കുടുംബങ്ങൾ കണ്ണീരിലാണ്, എത്രയോ കുടുംബങ്ങൾ സ്വത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയാതെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കുട്ടികൾ എന്ത് പഴച്ചു. ഈ ഉപ്പാൻ്റെ സ്വത്ത് തങ്ങൾക്ക് കിട്ടാതിരിക്കാൻ എന്താണ് ഇവർ ചെയ്ത തെറ്റ്? അവർ പെണ്ണായി ജനിച്ചു എന്നുള്ളത് മാത്രം. പെണ്ണായി ജനിച്ചു. റസൂലുള്ളാൻ്റെ സ്വത്ത് ഇത് ഇവിടെയൊന്നും തുടങ്ങിയതല്ല, ഇത് എവിടെ തുടങ്ങിയതാണെന്ന് അങ്ങോട്ട് ആലോചിക്കണം. റസൂലുള്ളാൻ്റെ സ്വത്ത് ഫാത്തിമ ബീവിക്ക് കൊടുക്കാത്ത അക്കാലം മുതൽ നിങ്ങൾ പറയും സഹാബികളെ കുറ്റം പറഞ്ഞു. നിങ്ങൾ പറഞ്ഞോളി, ഇത് നിഷേധിക്കാൻ കഴിയും നിങ്ങൾക്ക്? ഫാത്തിമ ബീവിക്ക് അവകാശപ്പെട്ട സ്വത്ത് കൊടുക്കാതെ കണ്ണീരോടുകൂടി തിരിച്ചയച്ചു എന്ന ചരിത്രം തെറ്റാണെങ്കിൽ അത് പറയും. ഫദക്ക് എന്ന തോട്ടം, റസൂലുള്ളാൻ്റെ പേരിലുള്ള തോട്ടം, അതിൻ്റെ ഏക അവകാശി ഫാത്തിമ. ആ ഫാത്തിമാക്ക് കൊടുക്കാതെ തിരിച്ചയച്ചില്ലേ? അത് നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അവിടെ മുതലാണ് തുടങ്ങിയത് അട്ടിമറി. ഈ അട്ടിമറിയിൽ എല്ലാവരും പങ്കാളികളാണ്. അതാണ് ഇന്നും തുടർന്നു വരുന്നത്. ഇതാരുണ്ടാക്കിയ നിയമം? എവിടെ തുടങ്ങിയ നിയമം? ഫാത്തിമ ബീവിയോട് കാണിച്ച അനീതിയാണ് ഇന്നും നമ്മുടെ പെൺകുഞ്ഞുങ്ങളോട് ഈ മതം കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മതം അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് അവസാനിക്കണമെങ്കിൽ മുആവിയൻ നിയമങ്ങളിൽ നിന്ന് നമ്മുടെ മതത്തെ മോചനം നേടിക്കൊടുക്കണം. അവിടെ തുടങ്ങിയ ആ അനീതി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. പെൺമക്കൾക്ക് മുഴുവൻ സ്വത്തും ലഭിക്കും. പിതാവിൻ്റെ മാതാവിൻ്റെ നിശ്ചിത ഓഹരിയുള്ള അവകാശികളുണ്ടെങ്കിൽ അവർക്ക് കൊടുത്ത് ബാക്കിയുള്ള മുഴുവൻ ഓഹരിയും പെൺകുട്ടികൾക്ക് ലഭിക്കും. സഹോദരങ്ങളിലേക്ക് ഒരു കാരണവശാലും പോവുകയില്ലെന്ന് ഖുർആൻ പറയുന്നു. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈൻ محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى آله وصحبه الذين جاهدوا بأموالهم في سبيل الله
വബാഉ നഫൂസഹും ലിദീനിൽ ഹുദാ റളിയല്ലാഹു അൻഹും വറളു അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബഹ് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമ. സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഉണർത്തുകയാണ്. നാളെ അറഫാ ദിനം. മക്കയിൽ ആളുകളൊക്കെ, ഹാജിമാരൊക്കെ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ദിവസമാണ്. ഈ അറഫാ ദിനം മക്കയിൽ നടക്കുന്ന വിവരം നമുക്കൊക്കെ അറിയാം. നാളെ ലൈവായിട്ട് നമുക്കത് കാണാം. നമ്മുടെ കയ്യിലുള്ള ഡിവൈസിലൂടെ കാണാം, ടെലിവിഷനിൽ കാണാം. പക്ഷേ നമ്മുടെ മൊല്ലന്മാരും നമ്മുടെ മതത്തിൻ്റെ നേതാക്കളൊക്കെ പറയുന്നത് മറ്റന്നാളാണ് നമുക്ക് അറഫാ ദിവസം. ഈ തമാശ എങ്ങനെയാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ നാട്ടിൽ അറഫ മറ്റന്നാളാണ്. അറഫ എന്ന് പറയുന്ന പേര്, ഇസ്മും മുസമ്മയും പരസ്പരം ഒന്നിക്കുക എന്നുള്ളത് പ്രാഥമികമായ സംഗതിയല്ലേ. എൻ്റെ മുമ്പിൽ ഇതാ തൽഹ എന്ന് പറയുന്ന വ്യക്തി ഇരിക്കുന്നു. ഈ വ്യക്തി ഇവിടെ ഇരിക്കുന്നത് ഈ സമയത്ത് ഇവിടെയാണ്. തൽഹ എന്ന പേര് അദ്ദേഹത്തിൻ്റെ പേരാണ്. ആ ഇസ്മ് ആ മുസമ്മയിൽ ചേരുന്നുണ്ട്. ഇതുപോലെയാണ് അറഫ എന്ന് പറയുന്ന സ്ഥലത്ത് ഹാജിമാർ നിൽക്കുന്ന ആ ദിവസമാണ് യൗമു അറഫ. അത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച എന്ന് പറയുന്നത് 24 മണിക്കൂറിൽ തുടങ്ങി ഒടുങ്ങേണ്ടുന്ന ഒരു സമയക്രമത്തിൻ്റെ പേരാണ്. ഈ ശനിയാഴ്ച അവിടെ ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഞായറാഴ്ചയാണ് അറഫ എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താ? നമ്മുടെ ശനിയാഴ്ച ഞായറാഴ്ചയാണെന്ന് പറയുന്നത് പോലെയല്ലേ അത്? ഈ വിഡ്ഢിത്തം എങ്ങനെയാണ് സഹിക്കുന്നത് മാലോകർ? എന്ത് യുക്തിയാണ്? മതത്തിൻ്റെ പേരിൽ എന്ത് വിഡ്ഢിത്തവും വിളമ്പാമെന്നാണോ? എന്താണ് ഈ കൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നാളെ അറഫയാണെങ്കിൽ മറ്റന്നാൾ പെരുന്നാൾ, ഞായറാഴ്ച പെരുന്നാൾ. ഇവിടെ പെരുന്നാൾ എന്ന് പറയുന്ന ഒരു ദിവസം ദുൽഹജ്ജ 10 അത് യൗമു അറഫയുടെ പിറ്റേന്നാണ് എങ്കിൽ അത് ഞായറാഴ്ചയല്ലേ ആകേണ്ടത്. നിങ്ങൾ മാനം നോക്കലും കാപ്പാട് പോക്കും കോയമാരെ നിശ്ചയിക്കലും ഒക്കെ വേറെ പണിയെടുത്തോളൂ നിങ്ങൾ. പക്ഷെ ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. അവിടെ ലക്ഷക്കണക്കിന് ഹാജിമാർ അറഫയിൽ ഒരുമിച്ച് നിന്നിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന ദിവസം ശനിയാഴ്ചയാണെങ്കിൽ അതെങ്ങനെ നിങ്ങൾക്ക് ഞായറാഴ്ചയാകും? എന്നിട്ടെങ്ങനെ പെരുന്നാൾ അങ്ങോട്ട് നീട്ടിവെക്കും? പിശാചിൻ്റെ പണിയല്ലേ പടച്ചോൻ്റെ പേരിൽ ഈ മുല്ലമാരെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് യാഥാസ്ഥിതികരെന്ന് പറയുന്നവരും പുരോഗമനക്കാരെന്ന് പറയുന്നവരും സമഗ്രമെന്ന് പറയുന്നവരും ഒക്കെ ചെയ്യുന്ന പണി അതന്നെയല്ലേ. ഈ വിഡ്ഢിത്തം അവസാനിപ്പിക്കണ്ടേ? ജനങ്ങൾ ചോദിക്കണ്ടേ? നിങ്ങൾ സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലാകുന്ന പ്രാഥമിക യുക്തി ഉപയോഗിച്ചുകൊണ്ട് ഇതാ മൊയ്ലാരെ ഞങ്ങളുടെ ഫോണിൽ കാണുന്നു ഹാജിമാർ അറഫയിൽ നിൽക്കുന്നത്, എന്നിട്ട് നിങ്ങൾ പറയുന്നു ഇത് നാളെയാണെന്ന്, ഇതെങ്ങനെ നാളെയാകും, ഇത് ഇന്നല്ലേ എന്ന് ചോദിക്കാനുള്ള പ്രാഥമികമായ ബാധ്യതയെങ്കിലും സാധാരണക്കാരായ മനുഷ്യരെ നിങ്ങൾക്കില്ലേ? നിങ്ങൾ ഈ മുല്ലമാര് പറയുന്ന വിഡ്ഢിത്തങ്ങളൊക്കെ വിശ്വസിച്ചിട്ട് എത്ര കാലമാണ് വിഡ്ഢിവേഷം കെട്ടി ജീവിക്കുക? ബാക്കിയുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇതിനും നിങ്ങൾക്ക് ഇത് വലിയ വിവരമൊന്നും വേണ്ടല്ലോ, ശാസ്ത്രജ്ഞനൊന്നും ആവണ്ടല്ലോ, ഇതിന് മണിക്ഫാനൊന്നും ആകണ്ടല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ തുറന്നാൽ കിട്ടൂലേ? എന്നിട്ട് പറയുന്നു അറഫ, നമുക്ക് അറഫ ദുൽഹജ്ജ 9 നമ്മുടെ ദുൽഹജ്ജ 9 ഞായറാഴ്ചയാണ്. അതെങ്ങനെയാവും? ഈ വിഡ്ഢിത്തവും പേറി ഇങ്ങനെ ജീവിക്കുക. എന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉസ്താദ്, ഞങ്ങളുടെ അമീർ, ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ പ്രസിഡന്റ്. നിങ്ങളുടെ പ്രസിഡൻ്റൊന്നുമല്ല, ഇത് പടച്ചോൻ്റെ നിയമമാ. പടച്ചോൻ പറഞ്ഞതാ ഇത്. നാളെ മാർപ്പാപ്പ പറയുന്നു എന്ന് വെക്കുക, വെള്ളിയാഴ്ച ഒരു ദിവസത്തേക്ക് അങ്ങോട്ട് മാറ്റി. എന്നിട്ട് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏതെങ്കിലും ക്രിസ്ത്യാനി വിശ്വസിക്കുമോ? ഇല്ലെങ്കിൽ എന്തിനാ നമ്മൾ ഈ മുല്ലമാരെ ഇങ്ങനെ കള്ളത്തരവും വിഡ്ഢിത്തരവും വടായും പറയുന്നത് കേട്ടിട്ട് എന്തിനാ നമ്മൾ തുടരുന്നത്? നിങ്ങൾ തുടർന്നോളൂ മറ്റു കാര്യങ്ങളിൽ. നിങ്ങൾക്കറിയാത്ത കാര്യം ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. എന്നിട്ട് മാസം കാണുക. നമ്മളെന്ത് വിചാരിക്കുന്നു? അള്ളാഹു സൃഷ്ടിച്ച് വെച്ച ആ ചന്ദ്രൻ ഇങ്ങനെ ചലിക്കുന്നുണ്ട് എത്രയോ കാലമായിട്ട്. ഇതുവരെ മാസം കണ്ടുകൊണ്ടൊന്നുമല്ല, അത് അതിൻ്റെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടില്ല, അതിൻ്റെ പണിയല്ല അത്. അതിൻ്റെ ചലനം അനുസരിച്ച് ഇവിടെ ഡേറ്റ് ഉണ്ടാകുന്നുണ്ട്, മാറുന്നുണ്ട്, പോകുന്നുണ്ട്, വരുന്നുണ്ട്. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെന്തിന് നമ്മളെ മൂല്യന്മാരുമായിട്ട് ബന്ധപ്പെടുത്തണം? അപ്പോൾ ആലോചിക്കണം, ചിന്തയുണ്ടാകണം, ബുദ്ധി ഉണ്ടാകണം. അറഫ ശനിയാഴ്ചയാണ്, ഞായറാഴ്ച പെരുന്നാളാണ്. നിങ്ങൾക്ക് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ പെരുന്നാളായിക്കോളി. പക്ഷേ അള്ളാഹ് നിശ്ചയിച്ച പെരുന്നാൾ ഞായറാഴ്ചയാണ്. ആ ദിവസം പെരുന്നാൾ ആഘോഷിക്കുന്നില്ലെങ്കിലും നോമ്പെടുക്കാനൊന്നും പാടില്ല. നോമ്പുണ്ടോ ഇല്ല എന്നുള്ള വിഷയം പോരെ. പക്ഷേ അന്നത്തെ ദിവസം നോമ്പെടുത്തിട്ട് ഞങ്ങളിതാ വലിയ പുണ്യം നേടുന്നു നിങ്ങൾ പറയുകയാണെങ്കിൽ അള്ളാഹു ഹറാമാക്കിയ 2 ദിവസങ്ങളാണ് നോമ്പിനുള്ളത്. അത് പെരുന്നാൾ ദിവസങ്ങളാണ്. ഞായറാഴ്ച നോമ്പെടുക്കൽ ശുദ്ധ ഹറാമാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ആര് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. പെരുന്നാളിന് നോമ്പെടുക്കുക എന്നുള്ളത് ഹറാമാണ്. ഞായറാഴ്ച പെരുന്നാളാണ്.
അന്ന് നോമ്പെടുക്കുന്നത് തെറ്റാണ്. നിങ്ങൾ പെരുന്നാൾ നിസ്കാരം വേറെ ഏതോ ദിവസം നിസ്കരിച്ചോളി, പെരുന്നാൾ നിങ്ങൾ 10 ദിവസം കൊണ്ടാടിക്കോളി, അതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ജനങ്ങളെ പറ്റിച്ചിട്ട് ഈ പരിപാടി നടത്തരുത്, അതിന് നിന്ന് കൊടുക്കുകയും ചെയ്യരുത്. ഈ സാധാരണക്കാർക്കൊരു വിചാരമുണ്ട്, അള്ള ചോദിക്കുമ്പോൾ എന്നോട് മറ്റു ഉസ്താദ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് രക്ഷപ്പെടാം. അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. വിവരമില്ലായ്മ ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കരുത്. വിവരമില്ലായ്മ എന്ന് പറയുന്നത് മാറ്റേണ്ട ഒരു അസുഖമാണ്. വിവരമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വിവരമില്ല അല്ല ഉസ്താദ്, അങ്ങനെയൊന്നുമില്ല. വിവരമില്ലെങ്കിൽ ഉണ്ടാവണം, പറഞ്ഞാൽ മനസ്സിലാക്കണം. അല്ലാതെ ഉസ്താദിൻ്റെ തലയിലിട്ടിട്ടൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. ഉസ്താദിൻ്റെ വഴിക്ക് പോകും, നിങ്ങളെ വഴിക്ക് പോകും. ഇബ്ലീസ് പോലെ ഇബ്ലീസിൻ്റെ വഴിക്ക് പോകുമെന്ന് പടച്ചോൻ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്കും മറ്റൊരാളെ ചാരി രക്ഷപ്പെടാനൊന്നും കഴിയില്ല. അതുകൊണ്ട് ബുദ്ധി ഉപയോഗിക്കണം. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ആലോചിച്ച് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.